റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ട് പറയുകയാണ്, ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ വയുംദിദുകും ബിഅംവാലിൻ വബനീൻ ويجعل لكم جنات ويجعل لكم أنهارا. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്, മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ ബിംബാരാധകരായ സമൂഹത്തോട് അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞ വാക്ക് ഖുർആൻ സൂറത്തുൻ നൂഹിൽ എടുത്തുദ്ധരിക്കുകയാണ്, ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ. അല്ലയോ മനുഷ്യ മക്കളെ, മാനവകുലമേ, നിങ്ങൾ റബ്ബിലേക്ക് ഇസ്തിഗ്ഫാർ ചൊല്ലണേ, അസ്തഗ്ഫിറുല്ലാഹൽ അസീം ചൊല്ലണേ. ഇന്നഹു കാന ഗഫാറാ. തീർച്ചയായും അല്ലാഹു പാപം പുറത്തു കൊടുക്കുന്നവനാണ്, പാപം അങ്ങേയറ്റം പുറത്തു നൽകുന്നവനാണ്. ഫഅാലുനു ബിഫഅാലുനു ഫഅഊലു في كثرة عن فاعل باطل. അല്ലാഹു സുബ്ഹാനഹു വ തആല ഗഫാറാണ്, ഗഫാറാണ്. അവൻ അങ്ങേയറ്റം പാപം പുറത്തു കൊടുക്കുന്നവനാണ്. അവനോട് ചോദിക്കണേ എത്ര വലിയ പാപങ്ങളാണെങ്കിലും അല്ലാഹു പുറത്തു തരുന്നവനാണ്. അല്ലെങ്കിലും പാപം ചെയ്യാത്തവൻ ആരാണ്? കുല്ലു ബിനി ആദമ ഖത്താഉൻ. ആദം സന്തതികൾ തെറ്റുകാരാണ്. കണ്ണുകൊണ്ട് മോശം തരം കണ്ടവരല്ലയോ, കൈകൊണ്ട് ഹറാമിലേക്ക് പിടിച്ചവരല്ലയോ, ഈ കാലുകൊണ്ട് സിനിമാ ടാക്കീസിലേക്ക് നടന്നു പോയവരില്ലയോ, ഈ കാലുകൊണ്ട് പാർക്കിലേക്ക്, മാളിലേക്ക്, മോശപ്പെട്ട തലത്തിലേക്ക്, വ്യഭിചാരശാലകളിലേക്ക്, ബീവറേജിന്റെ മുന്നിലേക്ക് നടന്നു പോയ ചെറുപ്പക്കാരില്ലയോ, വ്യഭിചാരശാലകളിലേക്ക് പോയവരില്ലയോ. അതുകൊണ്ട് സൂക്ഷിക്കണേ, തൗബ ചെയ്യണേ. അസ്തഗ്ഫിറുല്ലാഹൽ അസീം ചൊല്ലണേ. അല്ലാഹു പാപം പുറത്തു തരുമേ എന്ന് പരിശുദ്ധ ഖുർആൻ. തീർന്നില്ല. പാപം പുറത്തു തരൽ മാത്രമല്ല, യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ. അതിശക്തമായ മഴ നിങ്ങൾക്ക് വർഷിച്ചു തരുമേ. നല്ല സുന്ദരമായ മഴ, റഹ്മത്തിന്റെ മഴ, കാരുണ്യത്തിന്റെ മഴ. നിങ്ങൾക്ക് വേണോ വെള്ളം വേണോ, പ്രയാസമുണ്ടോ, ഇസ്തിഗ്ഫാർ ചൊല്ലണേ എന്ന് വിശുദ്ധ ഖുർആൻ. തീർന്നില്ല. ഖുർആൻ വീണ്ടും പറയുകയാണ്, വയുംദിദുകും ബിഅംവാൽ. മനുഷ്യ മാനവാ, അറബിയുടെ ചാട്ടവാരടി കൊണ്ട് മരുഭൂമിയിൽ ഒരു വയലത്ത് കൊണ്ട് നീ കഷ്ടപ്പെടുന്നത് എന്തിനു വേണ്ടിയാണ്? സമ്പത്തിന് വേണ്ടിയല്ലയോ പ്രയാസം അനുഭവിക്കുന്നത്? എന്റെ യജമാനന്റെ തെരുവുകൾ കേൾക്കുമ്പോ മക്കളെ ഓർത്തിട്ട് വിഷമിച്ച് നാവടക്കി പിടിച്ചിരിക്കുന്ന സഹോദര, പഞ്ചപുഷ്പമടക്കി കൊണ്ടനങ്ങാതെ കഴിയുന്ന സഹോദരി, നിന്റെ മനസ്സിന്റെ ചിന്ത ഒരു വേരത്തെ ഭക്ഷണമാണ്, നിന്റെ ഒരു ചാൺ വയറിന്റെ കാര്യമാണ്. എല്ലാം തീരുമാനിക്കുന്നത് പടച്ചറപ്പാണ്. നിങ്ങൾക്ക് സമ്പത്ത് വേണോ? സമ്പത്ത് അല്ലാഹു നൽകുമേ. ഇസ്തിഗ്ഫാർ ചൊല്ലിയാലെന്ന് പരിശുദ്ധ ഖുർആൻ. ഇത് കുമ്മനമുസാദ് വെറുതെ പറയുന്നതല്ല. പരിശുദ്ധ ഖുർആൻ ഒരു സൂക്തമുണ്ട്, സൂറത്തുൻ നൂഹ് എന്ന പേരാണ്. ആ നൂഹ് എന്ന് മറിച്ച് നോക്കണേ, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്, സമ്പത്ത് വേണോ? വെറുതെയല്ല നൽകുന്നത്. വയുംദിദുകും, മദ്ദയമുത്തെന്ന് പറഞ്ഞാൽ നീട്ടി നിങ്ങൾക്ക് നൽകും. വയുംദിദുകും, നിങ്ങൾക്ക് നീട്ടി തന്നുകൊണ്ടേയിരിക്കും. പ്രസന്റ് കണ്ടിന്യൂസിന്റെ വാക്കാണ്. നിങ്ങൾക്ക് നൽകിക്കൊണ്ടേയിരിക്കും. പടച്ച റബ്ബിലേക്ക് ഇസ്തിഗ്ഫാർ ചൊല്ലിയാലെന്ന് വിശുദ്ധ ഖുർആൻ. തീർന്നില്ല. അല്ലാഹുവിന്റെ ഖുർആൻ വീണ്ടും പറയുകയാണ്, വബനീൻ.
ഉസ്താദേ 30 വർഷമായി 20 വർഷമായി 10 വർഷമായി 2 വർഷമായി കുടുംബക്കാര് ചോദിക്കുകയാണ്, മക്കളില്ലല്ലോ, എന്റെ ഭാര്യയ്ക്ക് വ്യസനമാണ് ഉസ്താദേ, എനിക്ക് പ്രയാസമാണ് ഉസ്താദേ, എന്റെ ഭാര്യ പുറത്തേക്ക് ഇറങ്ങുന്നില്ല, എന്റെ വീട് വിട്ട് പുറത്തിറങ്ങുന്നില്ല. കാരണം ഏത് കല്യാണത്തിന് ചെന്നാലും, ഏത് കുറ്റൂസിന് ചെന്നാലും, ഏത് പരവാസൂലേക്ക് ചെന്നാലും, ഏത് സദസ്സിലേക്ക് ചെന്നാലും എന്റെ ഭാര്യയോട് മറ്റുള്ള സ്ത്രീകൾക്കുള്ള ചോദ്യം, മക്കൾ ഇതുവരെ ആയില്ലയോ? ഇത് ചോദിക്കുന്നതോടുകൂടി അവൾ തകർന്നു പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രയാസപ്പെടുന്ന കുടുംബമേ, നിനക്ക് ചൊല്ലാനുള്ള പദം ഇസ്തിഗ്ഫാറാണ്, ഇസ്തിഗ്ഫാറാണ്. ഞാൻ ഈ ദിക്ർ പറയുന്നത് എന്തിന്? അസ്തഗ്ഫിറുല്ലാഹൽ അസീം എന്ന് ചൊല്ലാൻ അറിയാത്ത, പറയാൻ അറിയാത്ത ഒരു മുഅ്മിനില്ല, ഒരു സഹോദരനില്ല. നമ്മുടെ നാവിൻ തുമ്പിൽ എപ്പോഴും തത്തിക്കളിക്കുന്ന ദിക്റാണ്, എല്ലാവർക്കും മനപ്പാടമുള്ള ദിക്റാ. അസ്തഗ്ഫിറുല്ലാഹൽ അസീം ചൊല്ലുന്നവരുണ്ടോ? അധികരിപ്പിക്കുന്നവരുണ്ടോ? വയുംദിദുകും ബിഅംവാൽ വബനീൻ, അവരെ സമ്പത്ത് നാം നൽകുന്നതാണ്, സമ്പത്ത് നാം നൽകുന്നതാണ്. തീർന്നില്ല, അവരെ മക്കളെ സമ്മാനിക്കുന്നതാ. ആൺമക്കള് വേണോ നിനക്ക് നൽകുമേ, പെൺമക്കള് വേണോ നിനക്ക് നൽകുമേ. തീർന്നില്ല, നിന്റെ പാപങ്ങളെങ്കിലും പൊറുക്കപ്പെടുമെന്ന് മാത്രമല്ല, സുന്ദരമായ മഴ നിനക്ക് വർഷിച്ചു തരുമെന്ന് മാത്രമല്ല, നിന്നെ സമ്പത്ത് കൊണ്ട് കുമിഞ്ഞു മൂടുമെന്ന് മാത്രമല്ല, നിന്റെ പ്രാരാബ്ദങ്ങൾ തീർത്തു തരുമെന്ന് മാത്രമല്ല, നിനക്ക് മക്കളെ നൽകി അനുഗ്രഹിക്കുമെന്ന് മാത്രമല്ല. വയജഅലക്കും ജന്നാത് വയജഅലക്കും അൻഹാറാ. പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, മനുഷ്യ, മാനവ, സഹോദര, സഹോദരി, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗീയ ഉദ്യാനങ്ങൾ നൽകുന്നതാണ്, സ്വർഗീയ അനുഭൂതികൾ നൽകുന്നതാണ്. ജന്നത്ത് എന്ന് പറഞ്ഞാൽ ഒരു സ്വർഗമെങ്കിൽ ജന്നാത്ത് സ്വർഗങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാണ്. ചുറ്റക്കുരികൾ കഴിയുന്ന മനുഷ്യൻ, മഴ പെയ്താൽ ചോർന്നൊലിക്കുന്ന വീട്ടിൽ കിടന്നുറങ്ങുന്ന മനുഷ്യ, നിനക്ക് നൽകുന്നത് ഒരു വീടല്ല, ഒരു ചെറിയ വീടല്ല. ഈ ദുനിയാവിലെ സുന്ദരമായ മോഡിഫിക്കേഷൻ വരുത്തിയ മോഡുലാർ കിച്ചൺ ഉള്ളതാകുന്ന വീടിനെ കുറിച്ചല്ല ഖുർആൻ പറയുന്നത്. അതിനേക്കാൾ കൂടുതൽ സുന്ദരമായ പവിത്രമായ സ്വർഗത്തിലേക്ക് നിന്നെ ആനയിക്കുകയാണ്. വയജഅലക്കും ജന്നാത് വയജഅലക്കും അൻഹാറാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് നൽകുന്നത് സ്വർഗീയമായ ഉദ്യാനങ്ങളാണ്, ഉദ്യാനങ്ങളാണ്. തീർന്നില്ല, ഈ ദുനിയാവിൽ അരക്കപ്പ് വെള്ളത്തിന് വേണ്ടി കിലോമീറ്ററുകളോളം മൺകുടവുമായിട്ട് നടന്നിനെ ഗവൺമെന്റ് നൽകുന്നതായ പൈപ്പ് ലൈനിന്റെ കണക്ഷനിലൂടെ വെള്ളം വീട്ടിലേക്ക് കൊണ്ടുവരുന്നവരെ, നിങ്ങളുടെ വീട്ടിലേക്ക് ഇതാ പടച്ചറപ്പ് നൽകുകയാണ്. അൻഹാറ, ഒരു നദിയല്ല, നെഹർ എന്ന് പറഞ്ഞാൽ ഒരു നദിയാണ്. അൻഹാറ, പല സ്ഥലത്തിലുള്ള പല രീതിയിലുള്ള പാലിനാലുള്ള നദികള്, കള്ളിനാലുള്ള നദികള്, തേനിനാലുള്ള നദികള്, എല്ലാ നിനക്കും അല്ലാഹു നിനക്ക് നൽകുമേ എന്ന് വിശുദ്ധ ഖുർആൻ